ഭോപ്പാൽ നഗരമധ്യത്തിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും 1984 ഡിസംബർ 2 രാത്രി വിഷവാതകം ചോർന്ന് 15,000-ലേറെ പേരാണ് സംഭവസ്ഥലത്തും പിന്നീടുമായി കൊല്ലപ്പെട്ടത്. അന്ന് ഫാക്ടറി വളപ്പിൽ ഉപേക്ഷിച്ചു പോയ മാലിന്യങ്ങൾ ഇന്ന് കുടിവെള്ളത്തിലടക്കം വ്യാപിച്ചതായി ഷംഷാദ് ബീഗം ചൂണ്ടിക്കാട്ടുന്നു. पानी मिट्टी में कैल्शियम है, प्रदूषण है, वो जहरीला उसमें असर है मिट्टी के अंदर. जो पानी यहाँ का आता है तो पहले के नाम बाल झड़ने लगते हैं, हाथ पाँव में निशान हो जाते हैं. ഇവരുടെ നഷ്ടപരിഹാരം, ചികിത്സ, പുനരധിവാസം എന്നീ വിഷയങ്ങളിൽ ഒരു സർക്കാരിനും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. आप कंपनसेशन देखिए, आफ्टर 28 इयर्स जो कंपनसेशन वो मिला है 93% लोगों को, वो कंपनसेशन है ओनली 50,000 आफ्टर 28 इयर्स, मीन्स 5 रुपीज़ पर डे भी नहीं है. വിഷവാതകം ശ്വസിച്ച് പിന്നീടുണ്ടായ തലമുറകൾ ഇപ്പോഴും അതിന്റെ ദുരിതം പേറിയാണ് ഭോപ്പാലിൽ ജീവിക്കുന്നത്. വാതക ദുരന്തത്തിന് ലഭിച്ച വളരെ നാമമാത്രമായ ഏതാനും ആയിരങ്ങളുടെ നഷ്ടപരിഹാരം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയിലും ഇപ്പോഴും ജനിച്ചു വീഴുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും ഒരു സർക്കാരും നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ആസന്നമാണെങ്കിലും ഇതൊന്നും തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രകടന പത്രികയിലെ വിഷയങ്ങളുമല്ല. യൂണിയൻ കാർബൈഡിന് മുമ്പിൽ JP നഗർ കോളനിയിൽ നിന്ന് ക്യാമറാമാൻ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം എ റഷീദുദ്ദീൻ.